നമസ്കാരം സുഹൃത്തുക്കളെ. ഈ സിനിമയുടെയൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു വേട്ടാവളിയനുണ്ടല്ലോ, അയാളെ അങ്ങനെ വിളിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. പക്ഷേ വിളിക്കാതെ നിവർത്തിയില്ല. കാരണം അയാൾ സിനിമ ചെയ്യുന്നതോ സിനിമ റിവ്യൂ ചെയ്യുന്നതോ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നതോ, അയാൾ കുറേ പുതിയ പുതിയ വാക്കുകൾ മലയാളത്തിന് കൊടുത്തിട്ടുണ്ട്. മലം കട്ടെന്നും അപരാധിച്ച സിനിമയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരുപാട് ഭാഷ അയാൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അയാൾ ഒരു അധ്യാപകൻ കൂടിയാണ് എന്ന് ഓർക്കണം. ഇപ്പോൾ എന്തായാലും അദ്ദേഹം ഈ അധ്യാപന ജോലിക്ക് പോകുന്നില്ല എന്നാണ് അറിവ്. അതെന്തായാലും നന്നായി, അങ്ങനെ തന്നെ നിൽക്കട്ടെ. കുറച്ച് കുട്ടികളെങ്കിലും രക്ഷപ്പെടുമല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് പ്രതികരിക്കേണ്ടി വന്നത്, ഇതിനകത്തൊന്നും അറിഞ്ഞോ അറിയാതെ പോലും പങ്കില്ലാത്ത നമ്മളെ കൂടി അടച്ച് അയാൾ താകൂട്ടി ചീത്ത വിളിച്ചിരിക്കുകയാണ്. ഈ അർജൻറ്റീനയും മെസ്സിയെയുമൊക്കെ വിമർശിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ഫാനിസമൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ അയാൾ തന്നെ സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ ഫാൻസുകാരെയൊക്കെ പലപ്പോഴും അയാൾ കളിയാക്കാറുണ്ട്. അതേ ഒരു ലോജിക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു കളിയാകുമ്പോൾ തോക്കും ജയിക്കുകയൊക്കെ ചെയ്യും, ട്രോളുകൾ വരും, അതുപോലെ തന്നെ കളിയാക്കൾ ഒക്കെ വരും. പക്ഷേ അതിന് അടച്ച് അങ്ങനെ പറയുന്നവരെല്ലാം അങ്ങനത്തെവരാണ്, മറ്റേ മോഹന്മാരാണ് എന്നൊക്കെ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. അയാൾക്ക് നമ്മളെ എത്രമാത്രം വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ അതിലൊരല്പം കൂടെ കൂടുതലായിരിക്കും നമുക്കെന്ന് മാത്രമേ പറയാറുള്ളൂ. കാരണം അയാൾ ചെയ്യുന്നത് അങ്ങേയറ്റത്തെ തെണ്ടിത്തരമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ലക്ഷങ്ങളല്ല കോടികൾ ചിലവിട്ടെടുക്കുന്നതാണ്. അതിൻ്റെ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ അതിനെ വലിച്ചു കീറുകയും അയാളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമ അങ്ങനെയായിരിക്കുമെന്ന ധാരണയിൽ പോവാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അയാൾ മോശം പറഞ്ഞ പല പടങ്ങളും ഇവിടെ ഹിറ്റായിട്ടുണ്ട് എന്നത് വേറൊരു വസ്തുതയാണ്. പിന്നെ വ്യക്തിഗത ചെയ്യുന്ന കാര്യത്തിൽ അയാൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അയാളുടെ കാര്യമായിട്ട് സിനിമാ മേഖലയിൽ മാത്രമായിട്ട് അങ്ങനെ പോയിരുന്നെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അത് അവരുടെ കാര്യമായി അവരങ്ങ് കൈകാര്യം ചെയ്യും. പക്ഷേ നമ്മൾ ഒരു ഫുട്ബോൾ കാണുന്നു, അതിൻ്റെ ഫൈനൽ കണ്ടപ്പോൾ അർജൻറ്റീന ആരാധകർക്ക് പോലും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളാരും പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിൽ അർജൻറ്റീന കളിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അവർക്ക് ബോൾ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. ടാർഗറ്റിലേക്ക്, അതായത് ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് പോലും അവർ ഉതിർത്തില്ല എന്ന് പറയുമ്പോൾ അത്രയും മോശം രീതിയിൽ കളിക്കാൻ ഒരു കണ്ടം ടീമിന് പോലും പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും ആ ടീമിനെയും അതിലെ പ്രധാന കളിക്കാരനെയുമൊക്കെ വിമർശിക്കും. പക്ഷേ അങ്ങനെ വിമർശിക്കുന്നവരെല്ലാം മക്കളാണ്, മറ്റേ മക്കളാണ് എന്നൊക്കെ ഒരുത്തൻ നിന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇവൻ ആരാണ് ഇങ്ങനെയൊക്കെ നിന്ന് പറയാൻ? അവൻ സിനിമാക്കാർക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിനിമാക്കാരുടെ കാശ് മേടിച്ചിട്ട് ഏതെങ്കിലും സിനിമയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അവൻ്റേതായിട്ടുള്ള രീതിയിലുള്ള അവൻ്റെ കക്കൂസ് വായകൊണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അവന് ചില്ലറ കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിച്ച് നക്കുക. പക്ഷേ ബാക്കിയുള്ള നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് അവന് കയറേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും അവരൊരു അധ്യാപകനായിട്ടിരിക്കുമ്പോൾ. പോരെങ്കിൽ അധ്യാപകനാണ് എങ്കിലും ആൾ കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇനി അധ്യാപകനല്ല, ഇനി എന്ത് കൂടിയ ഐറ്റമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരുത്തൻ കമ്മി ആയാൽ പിന്നെ, കമ്മ്യൂണിസ്റ്റ് ആയാൽ പിന്നെ അവൻ്റെ എല്ലാ മാനുഷിക മൂല്യങ്ങളും അവിടെ തീർന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഒരു പക്ഷേ അത് തന്നെയായിരിക്കും അവൻ്റെ ഈ നിലവാര തകർച്ചയുടെ കാരണവും. അവന് അത്യാവശ്യം ഈ സിനിമയെപ്പറ്റിയും അതിൻ്റെ റിവ്യൂ എന്ന പേരിൽ അവൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അപരാധങ്ങൾ വിളിച്ച് പറയുന്നത് കൊണ്ട് അവന് കുറച്ച് വ്യൂസും അതുവഴി കുറച്ച് പണമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ അതായിക്കോളൂ, അത് അവൻ്റെ മേഖലയിൽ കിടന്ന് ആയിക്കോളൂ. ഞാനാണെങ്കിലും കാണുന്ന നിങ്ങളാണെങ്കിലും ഒക്കെ ആ ഫൈനൽ കണ്ടിട്ട് നമ്മളൊക്കെ പറയും, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ല അർജൻറ്റീന കളിച്ചത്. സ്പെയിൻ വളരെ മികച്ച രീതിയിൽ കളിച്ചു എന്നത് സത്യമാണ്. പക്ഷേ ആ നിലവാരത്തിലേക്ക് വന്നില്ല എങ്കിൽ കൂടിയും ഒരു ശരാശരി നിലവാരം വെച്ചെങ്കിലും അർജൻറ്റീന കളിക്കേണ്ടതല്ലേ അർജൻറ്റീനയും മെസ്സിയും? അതുണ്ടായില്ല എന്ന് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിമർശിക്കില്ല. അത് അർജൻറ്റീനക്കാരന് പോലും ഒരുപക്ഷെ തോന്നും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ല. അപ്പോൾ അങ്ങനെ വിമർശിച്ചാൽ പോലും ആ വിമർശിക്കുന്നവർ മറ്റേ മോഹന്മാരാണ് എന്ന തരത്തിൽ നമ്മളെ ചീത്ത വിളിക്കാൻ ഇവൻ എന്താണ് അധികാരം? ഇവൻ തൽക്കാലം ഈ മോഹൻലാലിനെയും മമ്മൂട്ടീനെയും സിനിമാ മേഖലയിലുള്ളവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും വിളിച്ച് അവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച് മേടിച്ച് നുണഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അവൻ പുറത്തോട്ട് വന്നിട്ട് ജനങ്ങളുടെ മണ്ടയ്ക്കോട്ട് കയറണ്ട എന്ന് തന്നെയാണ് ഈ അശ്വന്ത് കോക്കിനോട് പറയാനുള്ളത്. നീ ഈ വീഡിയോ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കൂ. നിൻ്റെ അതിലും വലിയ ഭാഷയെ സംസാരിക്കാൻ നമുക്കറിയാം. നീ പണ്ട് FFC അങ്ങനെ എന്തൊക്കെ തെറി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കി ഇതുവരെ വന്നത് എന്നുള്ളൊരു ധാരണ നിനക്കുണ്ട്. പക്ഷേ അതിന് മുമ്പും ഇവിടെ വേറെയും കുറേ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്നും അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിനക്കറിയില്ല. അതിനാൽ നിനക്ക് തെറി വിളിച്ച് കുറേ ആളുകളെയൊക്കെ ഇങ്ങനെ വിരട്ടി നിൽക്കാം എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നാലായിട്ട് മടക്കി കോണാട്ട് പ്ലേസിലേക്ക് വെച്ചാൽ മതി. നീ കണ്ട ലോകം മാത്രമല്ല, അതിന് പുറത്തും ഒരു ലോകം ഉണ്ടെന്ന് ഓർത്താൽ നന്ന്. അധ്യാപകൻ എന്നുള്ള യാതൊരു പരിഗണനയും നിനക്ക് തരാൻ പറ്റില്ല. കാരണം നീ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സിനിമാ മേഖല എന്നൊരു സംഗതിയിൽ അവിടെ പോയിരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നു, റിവ്യൂ എന്ന തരത്തിൽ നിൻ്റെ വായി വരുന്ന തഴവഴിയെല്ലാം വിളിച്ചു പറയുന്നു. അങ്ങനെ നീ അവരുമായിട്ട് അങ്ങനെ പോകുന്നു. അത് നമ്മളെ ബാധിക്കുന്ന കേസല്ല. നമുക്കറിയാം, അമ്മ സംഘടനയുടെ കേസും നിൻ്റെ കേസ് അറിയാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഒരു കളി കണ്ടിട്ട് അതിൽ അർജൻറ്റീനയുടെ കളി നിലവാരത്തിനൊത്ത് ഉയർന്നില്ല, മെസ്സി നല്ല രീതിയിൽ കളിച്ചില്ല എന്ന് പറയുന്നവന്മാരെല്ലാം അങ്ങനെയാണ് മറ്റതാണ് എന്ന് പറയുമ്പോൾ അത് വേറെ അസുഖമാണ്. അതിനെയൊന്നും എൻകറേജ് ചെയ്യാനൊന്നും പറ്റില്ല. അത്തരം പരിപാടിയൊക്കെ നീ നിർത്തിക്കും. ഇപ്പോൾ നിനക്ക് ആവശ്യത്തിന് കൂടുതൽ നിൻ്റെ കമൻറ്റിൽ തന്നെ നിൻ്റെ വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ബാക്കി ഞങ്ങളുടെ വായിൽ നിന്നും കൂടെ മേടിച്ച് കൂട്ടണ്ട എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ.